MK സുന്ദരേശൻ, കെയർ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അജുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപ്പാസ്, കൊച്ചി. അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം. നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. നിനക്കൊന്ന് കിട്ടിയത് പോരായടാ. ഇന്നെ പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട്. വിടില്ല, കൊല്ലും ഞാനവനെ. അയ്യോ ഇത് കുക്ക, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പെട്ടി എടുക്കാൻ മറന്നുപോയി, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ച പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാനാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്. അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ. ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോഴോ ഓരോ കരിമാടികൾ വന്നോളൂ. ഉണ്ണേ എന്താ പേര്? ആഹാ നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെപ്പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കറാ അയാള്. അയാളുടെ മോന്താണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മുഖം. നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളിനെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളുടെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ. കുറച്ച് താമസം ഉണ്ടാവും. ഏറിയ 1 വീക്ക്. ഇനി എന്റെ ഏറും വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കും. ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ആ ഹോട്ടലിലാക്കിയിട്ട് ദിവസം 3 ആയി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന ഇരിപ്പിന് അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിൽ എന്റെ അടി കണ്ട് അവിടെ തുറന്നാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി, ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. അത് തന്നെയല്ലേ ഈ മോലാലും പറഞ്ഞത്. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ശരിയൊക്കെ ചെലവിട്ട് മതി. ഇതിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല. ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. പ്രസിഡന്റ്. ഞാൻ എവിടെ കിടക്കണ്ട? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടാ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടെറസിൽ കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്. എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോൾ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ താമരാക്ഷ പിള്ള ബസ്. എന്തൊരു ശബ്ദം കേട്ടത്? കോശിയുടെ ശബ്ദമല്ല കേട്ടത്. അപ്പൊ ടെറസിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത കോശി അല്ല, എന്താ കോശി? ഞാനിവിടെ താഴെ
എന്താ പറ്റി? മുള്ളാൻ മുട്ടിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ? കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കുന്ന ടൈപ്പീസ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയങ്ങൾ രണ്ട് പേര് റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ? എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്നാ? ഓ, കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു. ഞാൻ വീഴ്ചയില ഓർത്തത്. ഇതാ കാശ്. കാശിന്. ആ, ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കുക. അപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ, പൊളിച്ച് നിൽക്കട്ടെ. നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. ട്ടാ. എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അമ്മ ആദ്യം ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ സൂക്ഷിച്ചും കണ്ട് നടക്കണ്ടേ സുന്ദര. ആ, രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ? കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്, വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് ഇത് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ ഇവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തി എന്താ ഇത്? കോള. ഭയങ്കര മേലുവേദന, ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? ആ, എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടർച്ചിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ. ആ, ഇതെന്ത്, ഇത് കോള മാത്രമേ ഉള്ളൂ? എടുത്തു ഒഴിച്ചൂടെ? ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി, ഇവിടെ ഇറങ്ങിയേ. വസന്തി, എടാ ഉണ്ണി, കോള മാറിപ്പോയടാ. ഓട്ടോ, ഓട്ടോ, നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ, വേഗം പോ. കോച്ചി, കറണ്ട് കമ്പി നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്ക്, അടുപ്പിക്ക്, അടുപ്പിക്ക്. കുറച്ചുകൂടി, കുറച്ചുകൂടി. പിടി പോട്ടെ, പിടി പോട്ടെ. കോച്ചി, പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാടം പോയേ. വേഗം വിട്, വേഗം വിട്. ഞാൻ ഈ വണ്ടിയിലേക്ക് കോച്ചി, അയ്യോ കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മുടെ വണ്ടി പിടിക്കാം. ആ, കോശിയോ എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്. അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്കത് വേണ്ടാന്ന്, കാശ് മതിയെന്ന്. എന്നിട്ട് കാശ് കൊടുത്ത എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞു കീപ്പിറ്റ്. ഞാനാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയണ്ണജിയെ ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷி கிட்ட காசு வாங்குறதுக்கு வந்த மூசி. മൂസി, ഇത് മുതലാളി, അത് തൊഴിലാളി. முதலாளியாவது கீழாளியாவது இங்க பார், என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பேரு அண்டர்வேர்ட் பிரின்ஸ்.
ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 ரூபாய் 75 காசு 75 പൈസ. லட்டு சாப்பிட்டு இருக்க ലഡു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ നിങ്ങൾ ഈ കാര്യം ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല, ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. என்ன என்ன കണ്ട പോവൂലെന്ന്. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. எனக்கு காசு வேலையா இல்ல முதலாளி വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി நான் எங்க வேணாலும் வர்றேன் எனக்கு காசு தான் தேவை നിർത്തടോ. എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോടോ ചൊണ്ടീന? என்னடா சொன்ன അല്ല ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ അല്ല നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன், டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லியிருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும் வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. அல்ல நான் கோயம்புத்தூர்காரங்க கொல்லூர்ல விடுவீங்களா? ഞാനൊന്ന് പറയട്ടെ, என்னங்க കേരള വന്നിருக்காங்களா? என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பார்க்கணும் ஐயா. என்ன அம்மா? ஓ பிச்சைக்கார பசங்க வெளியே போ சொல்லியா. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ വൃത്തിയായിട്ട അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാന്ന്. நீ எனக்கு பணம் தர வேண்டியவா? நீ வாய்ஸ் காரையா? നിർത്ത്. കൊണ്ടാരടങ്ങാൻ. അമ്മയല്ല, കുട്ടി ഗായത്രി കുട്ടിയെ കാണണം. அப்பாயின்மெண்ட் இருக்கா? ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാക്ഷൻ തരാം. ഓ കൈക്കൂലി കൊടുക്കണായിരിക്കും. ആ കൈക്കൂലിയാ, അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னே? கைக்கூலியா? இந்த பாலக்காடு ചന്ദ്രചൂഡൻ കൈക്കൂലി വാങ്ങിയ ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി. ഗായത്രി മേലെ കാണണമെങ്കിൽ നേരത്തെ സമയവും തീയതിയും നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും കോസ്കിട്ടിന്ന് കാശ് വലക്ക് മൂണ്ടാണ്ടിരി പാണ്ടി ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടി കാണിച്ചാ മതി. சார் உள்ள விடலாமா சார்? 2 பேரை உள்ள விடுங்க. சரி சார். സ്കോറ വളാച്ചി. யா പോയാ. யாராவது 2 பேர் உள்ள போப்பா. എന്നാ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. എന്തിനി? ഞങ്ങൾ ഇതുവരെ മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ ഒരു അത്യാവശ്യത്തിന് വന്നതാ. വാ. അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോയി 3x റമ്മ് കീറാ. പോണ്ടിച്ചേരിയിൽ മറ്റവൻ ചീപ്പാ, എത്ര വേണം കീറാന്ന്. என் காசு தரல ஒண்ணு பிச்சு கீறுவேன். ഏയ് പോണ്ടിച്ചേരിയുടെ കല്ലിനെ പോലെ നീ ചീപ്പാവല്ലേ, വാടാ. என்னம்மா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனும் போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். സ്ഥലമെത്തിയ പണ്ടാരം. നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. ദേ, കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. காயத்து ரம்மா அது பூசா. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് எனக்கு സംസാരിക്കാം. ஜாய வேண்டாம் பிரியும். എന്ന് നമുക്ക് പിരിയാം. പോ, പോ. തലയില്ലാത്ത മനുഷ്യനാ. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்ன அது? யார் அவன்? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കട. என்னங்க இது? സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ
ഫിംഗർ ചിപ്സ്. ഈശ്വര കള്ളു കുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാൻ ഞാൻ அறிவு கட்ட முண்டம் பாத்து பண்ணு. என்ன சம்பந்தம்? டேய் அறிவிட்ட முண்டோ எங்கடா பாத்து போற? கண்ணு தெரியாதா ராஸ்கல்? ഇതിനിടയിൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കണോ? അത്തേണ്ടി പോരാ അവിടെ. ഊട്ടിക്ക് അതിന്റെ അപ്പനുണ്ട്. അവിടെ ഇരുന്നോ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ஃபர்னிச்சர் பார்ட்டி உள்ள போனதாக்கும் இதுவரை காணலையே. இவன்மார் எവിടെ போய் கிடக்கு? ஏய் இங்க என்ன பண்ணிட்டு இருக்க? ஒன்றும் இல்லை சார், ഞാൻ அப்படியே വണ്ടി നിന്ന്. செக்யூரிட்டி எல்லாம் கீழே இருக்கணும். ശരി സാർ. ஓ സെക്യൂരിറ്റി പിന്നെ കീഴെ രണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ ഇത്? പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. നീ കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അല്ല ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ. ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. അല്ല അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ല ഇവിടെ. അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. ஏய் என்ன? ഗ്യാസാ. கேஸ் எல்லாம் கீழே மேல வரக்கூடாது. ഇല്ല സാർ. என்னது? ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். கிடைச்சாச்சு கிடைச்சாச்சு. எனக்கு ப்ரொமோஷன் உറപ്പ്. കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் ப்ளஸ் பண்ணுங்க சார். என்னங்க இது?